കോൺഗ്രസിന് പണി വളരെ കുറച്ചു കൊടുത്തിരിക്കുകയാണ് CPM. കാരണം വൈഷ്ണയ്ക്ക് വേണ്ടി ഒരു 4000 പോസ്റ്ററാണ് അവർ അടിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഇനി അത് 1000 പോസ്റ്റർ അടിച്ചാലും മതി. വൈഷ്ണ എല്ലാ വീട്ടിൽ കയറി ഇറങ്ങിയില്ലെങ്കിലും വീട്ടിലെല്ലാവർക്കും ആ വാർഡിലുള്ള എല്ലാവർക്കും വൈഷ്ണയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് അറിയാനും സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു CPM. കാരണം വൈഷ്ണ എന്ന 24 വയസ്സുകാരിയെ പാർട്ടി സ്ഥാനാർത്ഥിയായി നിർത്തിയ അന്നു മുതൽ തുടങ്ങിയതാണ് CPMന്റെ ചൊറിച്ചിൽ. എന്നാൽ ഒരു പരാതിയുമായി പോകുമ്പോൾ അത് കൃത്യമായി പരാതിപ്പെടേണ്ടതല്ലേ? കൃത്യമായി ഒരു പരാതിപ്പെട്ട് അല്ലെങ്കിൽ വിവാദവുമായി പോകുമ്പോൾ അതിന്റെ വഴികളെല്ലാം അന്വേഷിച്ചു പോകേണ്ടതല്ലേ? അവിടെയും ചമ്മി നാറി. കോടതിയിൽ പോയി ചമ്മാനാണ് CPMന്റെ വിധി എന്ന് കഴിഞ്ഞ ദിവസവും വ്യക്തമാവുകയാണ്. വോട്ടർ പട്ടികയിൽ തിരികെ കയറാനുള്ള പോരാട്ടത്തിൽ വിജയിച്ചതോടുകൂടി തിരുവനന്തപുരം നഗരസഭയിൽ UDFന്റെ മുഖമായി വൈഷ്ണ സുരേഷ്. ഈ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ നിറഞ്ഞു നിന്ന വൈഷ്ണ പ്രചരണം കൂടുതൽ ഊർജിതമാക്കാനാണ് ഒരുങ്ങുന്നത്. CPMന്റെ കുതന്ത്രങ്ങളെ അതിജീവിച്ചവൾ എന്ന പരിവേഷമാണ് ഇപ്പോൾ വൈഷ്ണയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് പാർട്ടി അനുഭാവികളൊന്നുമല്ലാത്ത ആളുകൾ പോലും, നിഷ്പക്ഷർ പോലും വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത് വോട്ടാക്കി മാറ്റാൻ തന്നെയാണ് UDFന്റെ തീവ്ര പരിശ്രമം. വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃസ്ഥാപിച്ചത് കടുത്ത വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് നടപടി പൂർത്തിയാക്കിയത്. പേര് നീക്കിയ കോർപ്പറേഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നടപടി നിയമപരമല്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഇതിന് പിന്നിലെ രാഷ്ട്രീയ കളികളാണ് ഇതോടെ മറനീക്കി പുറത്തു വരുന്നത്. കോർപ്പറേഷൻ ഇലക്ട്രൽ ഓഫീസറും അഡീഷണൽ സെക്രട്ടറിയുമായ V. സജികുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാന്റെ ഉത്തരവിൽ ഉള്ളത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കമ്മീഷൻ വീണ്ടും ഹിയറിംഗ് നടത്തിയത്. വൈഷ്ണ ഈ വിലാസത്തിൽ താമസിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടാണ് കോർപ്പറേഷൻ ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ വോട്ട് ചേർത്തത് എന്നും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ കമ്മീഷന് മുന്നിൽ സമ്മതിച്ചത്. എന്നാൽ വൈഷ്ണ ഇവിടെ താമസിക്കുന്നില്ല എന്നതിന് പരാതിക്കാരൻ രേഖകളൊന്നും കമ്മീഷന് മുന്നിലും ഹാജരാക്കിയിട്ടില്ല. വോട്ട് വെട്ടിമാറ്റാൻ ഹിയറിംഗ് ഉദ്യോഗസ്ഥനായ സൂപ്രണ്ട് GR പ്രതാപചന്ദ്രൻ, അന്വേഷണ ഉദ്യോഗസ്ഥനായ ബിൽ കളക്ടർ GM കാർത്തിക എന്നിവരും പക്ഷപാതപരമായും പേരുമാറിയിട്ടുണ്ട്. വോട്ട് നീക്കാൻ പരാതി വന്നപ്പോൾ ഹിയറിംഗ് മുട്ടടയിലെ സുധാഭവൻ എന്ന വീടിന്റെ വിലാസം വൈഷ്ണ ഹാജരാക്കി. എന്നാൽ ഇത് പരിഗണിക്കാതെ ഫോം 4 രേഖപ്പെടുത്തിയ തെറ്റായ TC നമ്പർ പരിഗണിച്ചു. പഴയ വാർഡിന്റെ നമ്പർ രേഖപ്പെടുത്തിയതാണ് തെറ്റിയത്. എന്നാൽ യഥാർത്ഥ വിലാസം നൽകിയിട്ടും ഇത് പരിഗണിക്കാനോ ഇവിടെ പോയി പരിശോധിക്കാനോ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. യഥാർത്ഥ വിലാസത്തിൽ വൈഷ്ണ താമസിക്കുന്നില്ല എന്ന് ഒരു ഉദ്യോഗസ്ഥരും രേഖപ്പെടുത്തിയിട്ടുമില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി. വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു വൈഷ്ണയ്ക്ക് വോട്ട് പുനഃസ്ഥാപിച്ചത്. ഒക്ടോബർ 25-ന് പ്രസിദ്ധീകരിച്ച മുട്ടട വാർഡിലെ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരുണ്ടായിരുന്നു. താമസക്കാരിയല്ല എന്ന CPM പ്രവർത്തകനായ ധനേഷ് കുമാർ പരാതി നൽകി. നവംബർ 12-ന് കോർപ്പറേഷനിൽ നടന്ന ഹിയറിംഗിന് വൈഷ്ണ രേഖകളുമായി എത്തി. ഹിയറിംഗിൽ പരാതിക്കാരൻ ഹാജരായില്ല. പക്ഷേ വൈകിട്ട് ഹാജരായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 13-ന് വോട്ട് നീക്കി. വീട്ടു നമ്പർ തെറ്റിപ്പോയി എന്ന് മാത്രം ഉപയോഗിച്ചാണ് വെട്ടിയത്. വൈഷ്ണയുടെ അസാന്നിധ്യത്തിലെടുത്ത മൊഴി അംഗീകരിക്കാൻ കഴിയില്ലെന്നറിയാമായിരുന്നിട്ടും ഇത് സ്വീകരിച്ചു. വൈഷ്ണ സുരേഷിന്റെ വോട്ട് പുനഃസ്ഥാപിച്ച UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. വോട്ട് പുനഃസ്ഥാപിച്ചത് ഹൈക്കോടതിയുടെ നീതിയുക്തമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAയും പ്രതികരിച്ചു. ഇത് നിയമവാഴ്ചയുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. CPMന്റെ അന്യായമായ ഭരണ ദുസ്വാധീനമാണ് വൈഷ്ണയ്ക്ക് വോട്ടവകാശം നിഷേധിച്ചത്. കോർപ്പറേഷൻ സെക്രട്ടറിയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും വൈഷ്ണയ്ക്ക് വോട്ടവകാശം നിഷേധിക്കരുതെന്ന് ഞാൻ ഫോണിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. KPCC പ്രസിഡന്റ് പറഞ്ഞ വാക്കുകളാണിത്. എന്നാൽ CPMന്റെ സ്വാധീനത്തിന് വഴങ്ങി സർക്കാർ സംവിധാനം നിയമവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമായി വൈഷ്ണയുടെ വോട്ടവകാശം നിഷേധിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് കോടതിയെ സമീപിച്ചതെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. വൈഷ്ണയ്ക്ക് കോടതി ചെലവ് നൽകാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ബാധ്യസ്ഥനാണ്. കോടതിയുടെ നീതിയുക്തവും സംയോജിതവുമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വവും വോട്ടവകാശവും നിഷേധിക്കപ്പെടുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇത്. ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികളും ലാക്കോടുകൂടിയുള്ള രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിക്കൊടുക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും സണ്ണി ജോസഫ് പറയുന്നു. വോട്ടർ പട്ടികയിൽ പേര് പുനഃസ്ഥാപിച്ചത്
ലഭിച്ചതിൽ സന്തോഷമെന്നും സത്യം ജയിക്കുമെന്നും വൈഷ്ണ സുരേഷ് പ്രതികരിച്ചു. പേര് പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിക്ക് മുമ്പിൽ ബോധിപ്പിച്ചിരുന്നു. പാർട്ടി ജയിക്കുക എന്നതാണ് പ്രധാനം. മറ്റൊരു സ്ഥാനാർത്ഥി നിർത്തിയാലോ എന്ന് താൻ ആലോചിച്ചിരുന്നു. നിയമത്തിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. വോട്ടർ പട്ടിക വിവാദമായതോടുകൂടി ചെറിയ വാർഡായ മുട്ടടയെ സംസ്ഥാന ശ്രദ്ധയിൽ എത്തിച്ചതായി പലരും പറഞ്ഞതായും വൈഷ്ണ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. വോട്ടർ പട്ടിക ആക്ഷേപത്തിൽ കെട്ടിടത്തിന്റെ TC നമ്പർ 18/564 എന്നാണ് രേഖപ്പെടുത്തിയത്. ഈ നമ്പറിൽ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണെന്ന് CPM ആരോപിച്ചിരുന്നു. എന്നാൽ താൻ താമസിക്കുന്ന വീടിന്റെ യഥാർത്ഥ നമ്പർ TC 18/2365 ആണെന്നും എല്ലാ രേഖകളിലുമുള്ള മേൽവിലാസം മുട്ടട വാർഡിലെ കുടുംബ വീട്ടിന്റേതാണെന്നും വൈഷ്ണ വിശദീകരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ വിലാസത്തിലെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തതായും അവർ അറിയിച്ചു. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എടുത്ത നടപടിയും അതിന്മേൽ നൽകിയ അറിയിപ്പും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നും റദ്ദാക്കുന്നുവെന്നും കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രേഖകളിലെ മേൽവിലാസം കമ്മീഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. ഹർജിക്കാരി ഹാജരാക്കിയ ഫോട്ടോ പതിച്ച EPIC കാർഡ്, തിരിച്ചറിയൽ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, കേരള ഗ്രാമീൺ ബാങ്കിന്റെ പാസ്ബുക്ക് എന്നിവയിലെല്ലാം താഴെ കൊടുക്കുന്ന മേൽവിലാസം രേഖപ്പെടുത്തിയിരുന്നു. TC നമ്പർ 3/564 സുധാഭവൻ PRA 65 മുട്ടട PO തിരുവനന്തപുരം PN 695025 എന്നതാണ് അഡ്രസ്. ഇനി വാർഡ് നമ്പറിലെയും വീട്ടു നമ്പറിലെയും മാറ്റങ്ങൾ. മുൻപ് 3-ാം വാർഡ് ആയിരുന്നത് പിന്നീട് 18-ാം വാർഡ് ആയപ്പോഴും വോട്ട് നമ്പർ രേഖപ്പെടുത്തിയതിന് നേരത്തെ നൽകിയിരുന്ന വീട്ടു നമ്പർ 564 ആണ് ഫോം 4-ൽ അപേക്ഷയിൽ നൽകിയത്. എന്നാൽ പിന്നീട് TC 18/236 ആണ് ശരിയായ വീട്ടു നമ്പർ എന്ന് ഹർജിക്കാരിയുടെ അറിവിൽ വന്നതായും 18/11/2025 ഹിയറിംഗിൽ വ്യക്തമായി. നിലവിൽ പുതിയ വാർഡ് നമ്പർ 27 ആണെന്നും ഹിയറിംഗിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. തെറ്റായ വീട്ടു നമ്പറിനെ മാത്രം ആശ്രയിച്ചു. ഹർജിക്കാരി അവകാശപ്പെട്ട സുധാഭവൻ PRA 65 മുട്ടട PO തിരുവനന്തപുരം PN 695025 എന്ന മേൽവിലാസത്തിൽ വീട് അവർ താമസിക്കുന്നില്ല എന്ന് എൻക്വയറി ഓഫീസറോ ഹിയറിംഗ് ഉദ്യോഗസ്ഥനോ രേഖപ്പെടുത്തിയിരുന്നില്ല. പകരം ഹർജിക്കാരി ഫോം 4-ൽ പിശകായി രേഖപ്പെടുത്തിയ TC 18/564 എന്ന വീട്ടു നമ്പറിനെ മാത്രമാണ് ഉദ്യോഗസ്ഥർ ആശ്രയിച്ചത്. TC 18/564 എന്ന കെട്ടിടത്തിന്റെ ഉടമകളായ രാജീബ് ഷാ, ജോസ്ന എന്നിവരെ കണ്ടെത്തുകയും TC 18/564 എന്ന കെട്ടിടത്തിൽ വൈഷ്ണ താമസിക്കുന്നില്ല എന്ന് എൻക്വയറി ഓഫീസർ റിപ്പോർട്ട് ചെയ്യുകയുമാണ് ചെയ്തത്. ഹിയറിംഗ് ഉദ്യോഗസ്ഥനും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥനും ഇത് ശരിവെക്കുകയും ചെയ്തു. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെയും ഹിയറിംഗ് നോട്ടിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഹർജിക്കാരിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ഇപ്രകാരം പേര് നീക്കം ചെയ്ത നടപടിക്ക് യാതൊരു നീതീകരണവുമില്ല എന്നും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ വീഴ്ച സംഭവിച്ചതായും കമ്മീഷൻ വ്യക്തമാക്കി. എന്തായാലും വീണ്ടും കോടതിയിൽ ചെന്ന് നാറാൻ തന്നെയായിരുന്നു CPM-ന്റെ യോഗം.